ഗീതുമോളെ, എന്താ വല്ലാതിരിക്കുന്നേ? ഏ? ഒന്നുമില്ലമ്മേ. ആ, സൗണ്ടും വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്താന്ന്? അയ്യോ, ഒന്നുമില്ല. ഉം മോളിപ്പോ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മകന്റെ ഭാര്യയായിട്ട് വന്നിട്ട് 4 കൊല്ലമായില്ലേ? നിന്റെ മുഖം ഒന്ന് മാറിയാലോ നിന്റെ ശബ്ദം ഒന്ന് മാറിയാലോ ഈ അമ്മയ്ക്ക് മനസ്സിലാവും. എന്താ, നീ കരഞ്ഞോ? അമ്മേ, അത് പിന്നെ ഉം കരഞ്ഞല്ലേ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ? രാവിലെ വഴക്ക് കൂടിയോ രണ്ടുപേരും കൂടി? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയോട് പറ. ഞാൻ എന്തെങ്കിലും നിന്റെ അമ്മായിയമ്മയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കാണുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത്, എന്തുണ്ടെങ്കിലും അമ്മയോട്, സ്വന്തം അമ്മയോട് പറയുന്ന പോലെ പറഞ്ഞോ. എന്താ പ്രശ്നം എന്താ? അമ്മ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വെറുതെ രാവിലെ ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ചെറിയ സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ളതാ. അല്ല, അവൻ എന്തിനാ ഈ മോളോട് വഴക്കിന് വരുന്നെന്ന് വിചാരിച്ചിട്ടാ ഞാന്. അവൻ എന്തെങ്കിലും പറയുമ്പോ മോള് പ്രതികരിക്കണമെന്നേ. അല്ലാണ്ട് മോങ്ങിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുവാണോ വേണ്ടത്? ആണുങ്ങളുടെ അടിയും ചവിട്ടും കൊണ്ടിട്ട് അവരുടെ കാൽ കീഴിൽ കിടക്കേണ്ടവരാണോ പെണ്ണുങ്ങള്? ആണോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല മോക്ക്. അയ്യോ അമ്മേ, അങ്ങനെ ഞാൻ അങ്ങോട്ടൊന്നും പറയാനൊന്നും പോവാറില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ലേം താനും. അങ്ങനെ വഴക്കൊന്നുമില്ല. എടി മോളെ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. കാര്യം അവൻ എന്റെ മോനാണെങ്കിലേ ഭയങ്കര മുരിശുണ്ടിക്കാരനുമാണ്, എടുത്തുചാട്ടക്കാരനുമാണ്. അവനെ ആദ്യമേ വരച്ച വരെ നിർത്തിയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഞാൻ പറഞ്ഞേക്കാം. കാര്യം ഞാനും നിന്നെ പോലെ ഒരു സ്ത്രീയാ. അവന്റെ അച്ഛൻ, ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിട്ട് കുറെ നോക്കിയത്, എന്നെ അടിമയാക്കി നിർത്താൻ വേണ്ടിട്ട്. എന്റെ അടുത്ത് ഒന്നും നടന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊരു വര വരയ്ക്കും, അങ്ങേര് അതിനകത്ത് നിൽക്കും. ഞാൻ പറയുന്നതിന്റെ അപ്പുറം അവന്റെ അച്ഛനില്ല. മോക്കത് മനസ്സിലായ കാര്യമാണേ. അതുകൊണ്ട് എന്ത് വേണ്ടി? ഈ കുടുംബത്ത് മനസമാധാനം ഉണ്ട്. ഞങ്ങൾ തമ്മിൽ വല്ല വഴക്കം ഉണ്ടാക്കുന്ന മോള് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിട്ട് നോക്കണമെന്ന്. പറഞ്ഞത് മനസ്സിലായോ? ഓ, അപ്പൊ ഒന്ന് വിരട്ടി നിർത്തണം എന്നാ അമ്മ പറയുന്നത് അല്ലേ? നമ്മള് കുറച്ച് സ്ട്രോങ് ആവണം. ആ, പിന്നല്ലാതെ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി കേട്ടോ. ഉം. ആ, എഴുന്നേറ്റ് വരാൻ നോക്കും മോള്. അവനെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അവിടെ മൂങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. ഉം. അപ്പം ഭയങ്കര പാവമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തലേ കയറി ഇരിക്കുന്നാണ് അമ്മ പറയുന്നത്. ഉം. കുറച്ച് സ്ട്രോങ് ആവണം. അല്ലെങ്കിൽ ഞാനൊരു പഴങ്കഞ്ഞിക്കളിയാ കളിക്കുന്നത്. ഉഫ്, ഏത് നേരം ഈ ടിവിയും കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നോണം. നിങ്ങൾക്ക് ഒന്ന് ആ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോയിക്കൂടെ? ആ തെങ്ങിന്റെ ചോടൊക്കെ ഒന്ന് കിളച്ചിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് നല്ലോണം തേങ്ങ ഉണ്ടായിക്കോളും. തേങ്ങയ്ക്ക് ഇപ്പൊ എന്താ വില എന്ന് വിചാരിച്ചിട്ടാ. 3-4 തെങ്ങുള്ളതാണെ പോവുകയും ചെയ്തു. ഉള്ളതിനകത്തുനിന്ന് തേങ്ങ കിട്ടണമെങ്കിൽ മതി. എന്റെ മുട്ടിന് വയ്യ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി ഇതൊക്കെ ചെയ്തേനെ. ഇത് എന്നെ കൊണ്ട് പറ്റുമോ പോകാൻ വേണ്ടിട്ട്? ആ, ഞാനിപ്പോൾ അടയ്ക്ക പറക്കി കൂട്ടിട്ട് ഇങ്ങ് വന്നതേ ഉള്ളൂ. ഓ പിന്നെ, ആ അടക്കാൻ വെക്കാൻ വേണ്ടിട്ട് പോയി. ആ, നിങ്ങൾ ആ സീരിയലൊന്ന് വെക്കാം. അല്ലെങ്കിൽ ഇന്നലെ കറണ്ട് പോയതുകൊണ്ട് അത് വല്ലതും കാണാൻ പറ്റിയോ? മുഴുവനൊട്ട് കാണാനും പറ്റിയില്ല. ഓ, എന്നാ സീരിയലോ സാരിയല്ലോ എന്തെങ്കിലും കാണ്. ഞാൻ പോവാ. ആ, പോ, എങ്ങോട്ടാന്ന് വെച്ചാ പോ. ഈ നേരം പാട്ടും കണ്ടുകൊണ്ടിരിക്കും, അല്ലെ വാർത്ത കണ്ടോണ്ട്. വാർത്ത കണ്ടിട്ട് എന്ത് കിട്ടാൻ? അമ്മ, അച്ഛനെവിടെയാ? ആ, അച്ഛൻ പറമ്പിലോട്ടായിരിക്കും ഇവിടെ, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ എടാ, പിന്നെ നീയും ഗീതുമോളും തമ്മിൽ എന്താടാ പ്രശ്നം? ഏ? ഇല്ല അമ്മ, ഒരു പ്രശ്നമില്ല. അമ്മയോട് നീ നുണ പറയാൻ നിക്കണ്ട. എന്താ പ്രശ്നം എന്ന് വെച്ചാ നീ എന്നോട് പറ. അത് വലിയ കാര്യമൊന്നും ഇല്ല അമ്മ, അത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ. വലിയ കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അവള് രാവിലെ എന്നോട് ചൂടായത്? ഏ? അവൾ എന്നോട് എന്തൊക്കെ രാവിലെ പറഞ്ഞതെന്ന് നിനക്ക് അറിയാവോ? മകനെ മര്യാദയ്ക്ക് വളർത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ചൂടായി എന്റെ നേരെ. എനിക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോടാ? ഏ? എന്താ പ്രശ്നം എന്ന് എനിക്കറിയാവോ? അവൾ അമ്മയോട് ചൂടായോ? പിന്നല്ലാതെ എന്തൊക്കെ അനാവശ്യങ്ങൾ അവൾ അമ്മയോട് രാവിലെ വിളിച്ചു പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എനിക്ക് എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാനൊന്നും അവളോട് തിരിച്ചു പറയാറൊന്നുമില്ലേ. അമ്മയ്ക്ക് അവളെ പേടിയാടാ പോലെ. അവൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നീ ഒന്നും തിരിച്ചു പറയാനൊന്നും നിക്കണ്ട. രണ്ടു കൈയും കൂടെ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്ക്. അമ്മേനെ എന്തൊക്കെ പറയുന്നു ഇവിടെ ഇട്ടെന്ന് അറിയാമോ നിനക്ക്? ഞാനെന്തെങ്കിലും തിരിച്ചു പറയുന്നുണ്ട് അവളോട്? ഞാനൊന്നും തിരിച്ചു പറയുന്നില്ല. അതുകൊണ്ട് നീ ഒന്നും തിരിച്ചു പറയാൻ നിക്കണ്ട കേട്ടോ പറഞ്ഞത്. വെറുതെ കുടുംബത്ത് ഒച്ചപ്പാടും ബഹളം വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. ഇതൊന്നും അവളോട് ചോദിക്കണല്ലോ. അയ്യോ എന്റെ പൊന്നുമോനെ, നീ ഒന്നും ചോദിക്കാൻ നിക്കണ്ട. അങ്ങോട്ട് ചോദ്യമായി ഇങ്ങോട്ട് പറച്ചിലായി. എന്തിനാ ഈ കൂട്ടിച്ചോദ്യത്തിനും പറച്ചിലിനും നിക്കുന്നത്? നിന്റെ ഭാര്യയുടെ സ്വഭാവം ഒന്ന് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അമ്മ ഇത്രയും പറഞ്ഞത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ അമ്മയായ എന്നോട് അവള് നിന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ വിളിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ അവിടെ ആ, പോയതാണല്ലോ അമ്മേ. ഇനി എന്റെ മോൻ അങ്ങോട്ടൊന്നും പോകാനൊന്നും നിക്കണ്ട. അവരിതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും നിന്നോട് പെരുമാറുന്നത്.
പാവ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവോ? നിനക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകാനേ നിക്കണ്ട. കേട്ടോ പറഞ്ഞത്? ആ ആ ഉം അവന് ഭാര്യ വീട്ടുകാരോട് കുറച്ച് സ്നേഹം കൂടുതലാ. അവളുടെ അമ്മേനെ അമ്മേന്ന് വിളിക്കുന്നത് കേട്ടാ മതി. ഓ എന്നുവെച്ചാ അവരല്ലേ അവനെ പെറ്റത്. ഇനി അങ്ങനെ പോകാൻ നിൽക്കുകയില്ല. ആഹാ ആ, അങ്ങനെ തന്നെ കുറെ നാളായില്ലേ മോൻ അങ്ങോട്ട് വന്നിട്ട്. കഴിഞ്ഞ ആഴ്ച അവള് വന്നപ്പോഴും കൂടെ മോൻ വന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. അവനെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചായതുകൊണ്ടേ ഈ ചെറുക്കനോട് പറഞ്ഞാ കേക്കണ്ടേ. അവനിപ്പോ ഏകദേശം അങ്ങോട്ട് വന്നിട്ട് 1.5 മാസത്തോളം ആയില്ലേ. കഴിഞ്ഞ ആഴ്ച തന്നെ മോൾ അങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞത്, എടാ അവളുടെ കൂടെ ഒന്ന് ചെല്ലടാ, പിന്നെ നീയും കൂടെ ഒന്ന് ചെല്ലുമ്പോ അവർക്കൊരു സന്തോഷമല്ലേ. എവിടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ വല്ലതും അവൻ കേൾക്കുവോ? കാര്യം അതൊന്നുമല്ല, അവന് ചമ്മലാന്നേ. എപ്പോഴും എപ്പോഴും ഈ ഭാര്യ വീട്ടിലോട്ടൊക്കെ വരുന്നതേ ഒരു ചമ്മലായിട്ടാ. അത് അവന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ വീട്ടിലോട്ടെങ്ങാനും വരുമായിരുന്നോ? എന്റെ ഇളയ ആങ്ങളുടെ കല്യാണത്തിന് തന്നെ തലേന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം കല്യാണത്തിന് സമയമാകാറായപ്പോൾ അങ്ങോട്ട് വന്നത്. അതേ സ്വഭാവം തന്നെയാ മകനും. അയ്യോ അവിടെ വരുമ്പോ ഞങ്ങൾ ഒരിക്കലും അവനെ മരുമോനായിട്ടല്ല ഞങ്ങൾ അവനെ കണ്ടേക്കുന്നത്. സ്വന്തം മോനെ പോലെ കണ്ടിട്ടാ സ്നേഹിക്കുന്നത്. എനിക്കാണെങ്കിൽ എനിക്ക് അത്രയും എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ്. ഈയടി ഓ സ്വന്തം മകൻ. അതെ അവനെ പ്രസവിച്ചത് ഞാനാ, നീയല്ല. ഇത് മോൻ ഇന്ന് ലീവാന്ന് പറഞ്ഞേ മോള്. അതുകൊണ്ടാ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. ആ അവൻ പുറത്തോട്ട് പോയതാ. എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മോളും കൂടെ പോയല്ലോ. അന്നേരം ഗീതുമോളുടെ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം മോളോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഇന്നിപ്പോ കുറെ നാൾ കൂടി ഇങ്ങനെ ഇട ദിവസം ഒരു ലീവ് കിട്ടിയത് കൊണ്ടേ ഇനിയിപ്പോ ഷോപ്പിംഗ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്ന് വൈകുന്നേരം സിനിമയൊക്കെ കണ്ടിട്ട് വരുമ്പോ എന്തായാലും രാത്രിയാകും. അതെ അല്ലേ. ലീവ് കിട്ടുമ്പോഴല്ലേ രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും എടുക്കാനൊക്കെ പുറത്ത് പോകാൻ പറ്റുള്ളൂ. പിള്ളേര് സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അതല്ലേ നമ്മുടെ ഒരു സമാധാനം. എന്ത് സന്തോഷം, രണ്ടും കൂടി എപ്പോഴും വഴക്കാ. ഒരു സ്വരുമേയില്ല. എനിക്കാണെങ്കിൽ പിള്ളേരുടെ വഴക്ക് കാണുമ്പോ എനിക്കങ്ങ് പേടിയാകും. രണ്ടുപേരും തല്ലി പിരിയോന്ന് ഓർത്തിട്ടെ. കാര്യം ഒരു കൊച്ചുമില്ലേ. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ലല്ലോ. രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീട്ടിൽ വരുമ്പോഴായാലും അവിടെ അയലോക്കത്തുള്ള രമണിയേച്ചിയൊക്കെ എപ്പോഴും പറയും, ഓ എന്ത് നല്ല സ്നേഹമാണ് രണ്ടുപേരും തമ്മിലെന്നേ. വരുമ്പോഴായാലും ചിരിയും കളിയും വർത്താനവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ലല്ലോ ഇന്ന് വരെ. അത് പിന്നെ അവിടെ വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ പറ്റുമോ? അതൊക്കെ അഭിനയമല്ലേ. നിങ്ങളുടെ മുന്നിൽ നിന്ന് വഴക്ക് കൂടാൻ വല്ലതും പറ്റുമോ? നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്റെ മകനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം. വേണമെങ്കിൽ രണ്ട് നല്ല ശകാരവും കൊടുത്തോ. ഇതിപ്പോ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഇങ്ങനെ ഭാര്യേനെ ഇട്ട് ഭരിക്കാൻ നിൽക്കുകയില്ല. നിങ്ങൾ അതുകൊണ്ട് കാര്യമായിട്ട് അവനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നോ കാര്യങ്ങള്? ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. മോളും ഇതുവരെ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളാണെങ്കിൽ അത്രയും കാര്യമായിട്ട് അവനവിടെ വരുമ്പോഴേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഗീതുമോളുടെ അനിയനാണെങ്കിൽ അളിയൻ എന്ന് പറഞ്ഞ ജീവനാ. അളിയൻ അവൻ തികച്ചു വിളിക്കുകയും കൂടിയില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേ അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഭാര്യയ്ക്ക് പിന്നെ നല്ല തന്റെ ഉള്ള കാരണവന്മാര് വീട്ടിൽ ചോദിക്കാനൊക്കെ ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും അധികം അങ്ങോട്ട് വലിയ ഭരിക്കാൻ നിക്കുകയല്ല. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ മോളുടെ ജീവിതം നോക്കണ്ടേ. എനിക്ക് പിള്ളേര് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ വഴക്ക് കൂടാതെ ഒന്ന് ജീവിച്ച് കണ്ടാ മതി. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കണ്ട, ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി. അമ്മയുടെ ക്ലാസ്സും കേട്ടോണ്ട് പുറത്ത് നിൽക്കുമായിരുന്നു. അല്ല ചേട്ടാ, നിങ്ങളുടെ അമ്മ നിങ്ങളെ വല്ല തവിടും കൊടുത്തിട്ട് മേടിച്ചതാണോ? അങ്ങനെ വല്ല മേടിച്ചതാണോ അമ്മേ? അയ്യോ അല്ല, ഞാൻ തന്നെ പറ്റതാ. അല്ല ചേട്ടനെ എന്റെ മുമ്പിലും എന്റെ അമ്മയുടെ മുമ്പിലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നാറ്റിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. സ്വന്തം മോനെ വരച്ച വരെ നിർത്തണമെന്ന് ഭാര്യയായ എന്നോടും എന്റെ അമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മയാള് കൊള്ളാലോ, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. മോനെ അത് പിന്നെ എന്നാലും അമ്മയുടെ മനസ്സിലൂടെ ഇങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? മതി മക്കളെ, നിർത്ത്. എനിക്കെല്ലാം മനസ്സിലായ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇനി ഒന്നും മിണ്ടണ്ട, നിർത്തിക്കേ. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട. നിങ്ങളുടെ മോനെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആരും തട്ടിക്കൊണ്ട് പോവില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആര് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ മാത്രമാണ് അവന്റെ അമ്മ. അവന് നിങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ, കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. എന്റെ മോളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ, ആ നിമിഷം മുതൽ നമ്മൾ രണ്ട് കുടുംബങ്ങളും ഒന്നാന്നാ ഞാൻ വിചാരിച്ചേക്കുന്നത്. രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് പേടിക്കണ്ട. ക്ഷമിക്കും മോനെ.
ക്ഷമിക്കും മോളെ. ഉം